അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി ഈ വിദ്വേഷ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതിൽ കുഴപ്പം കാണാത്ത കേരളത്തിൽ രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് CPM-ഉം BJP-യുമാണ്. BJP അതിനെ പരസ്യമായിട്ട് പിന്തുണക്കാറുണ്ട്. CPM അത്ര പരസ്യമല്ലെങ്കിലും അങ്ങേരുടെ കൂടെ നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും മാരകമായ പ്രസ്താവന നടത്തുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ SNDP-ക്കാർ പോലും വിശ്വസിക്കാത്ത തരത്തിൽ അവിടെ അന്യമതസ്ഥർ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നൊക്കെ വന്ന് പുള്ളി പ്രസംഗിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെയും 4 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശന് വൻ സ്വീകരണം കൊടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പുകഴ് വാക്കുകൾ കൊണ്ട് ഈ മനുഷ്യനെ മൂടുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെല്ലാം അതിനെ വ്യാഖ്യാനിച്ച നാട്ടുകാർക്കാണ് കുഴപ്പം എന്ന് പറയുന്നു. എഗൈൻ കോട്ടയത്ത് പോയിട്ട് പ്രസംഗിക്കുന്നു. കോട്ടയത്ത് മുസ്ലിം സമുദായത്തിനെതിരെ വലിയ തോതിൽ വിഷപ്രചാരം നടത്തുന്നു. കോട്ടയം ജില്ലയെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. കോട്ടയം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കയ്യിലായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു. പക്ഷേ പിറ്റേ ദിവസം എഗൈൻ ഈ പറയുന്ന വാസവൻ്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം കൊടുക്കുന്നു. വാസവൻ ഇദ്ദേഹത്തെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് വീണ്ടും മൂടുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം, ഇങ്ങരുടെ ഈ വിദ്വേഷ പരിപാടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിനെതിരെ രംഗത്ത് വരുന്നത് BJP-യാണ്. അപ്പോൾ BJP-ക്കും CPM-നും മാത്രമേ ഇങ്ങരുടെ ഈ വിഷപ്രചാരണത്തിൽ കുഴപ്പമില്ലാതെ ഉള്ളൂ. CPM വലിയ സമ്മർദ്ദം വന്നപ്പോൾ CPM ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വെള്ളാപ്പള്ളി എന്നൊരു വാക്കില്ല. അതായത് ഒരു സാഹിത്യ സമാജത്തിൽ അവതരിപ്പിക്കാവുന്ന ഇതുപോലെ ഒരു പ്രഭാഷണമോ പ്രബന്ധമോ പോലെയുള്ള ഒരു ജനറിക് സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയത്. അപ്പോൾ ഇവിടെ ഇതേ ആൾ തന്നെ നോക്കൂ. അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊരു മുദ്രാവാക്യമായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെടണം എന്ന് പ്രസംഗിക്കാറുണ്ട്. ഇതേ ആൾ തന്നെ കോട്ടയത്ത് പോയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പോക്ക് ശരിയല്ല എന്ന് കത്തോലിക്ക സഭ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തിരിച്ചറിയുന്നുള്ളതാണ് ദീപിക മുഖപ്രസംഗത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിലാണ് എഡിറ്റോറിയൽ അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞൊരു പോയിൻ്റ്, ഇപ്പം JP ഉദ്ധരിച്ച കാര്യം തന്നെ, വെള്ളാപ്പള്ളി നടേശന് സ്വന്തം സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങളെക്കുറിച്ച് പറയാൻ നിശ്ചയമായിട്ട് അവകാശമുണ്ടെന്ന് മാത്രമല്ല ഒരു സമുദായ നേതാവിൻ്റെ ബാധ്യതയാണത്. തൻ്റെ സമുദായം ഏതെങ്കിലും നിലക്കുള്ള അനീതിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഡബിൾ സ്റ്റാൻഡേർഡ്സിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം, അതിനെതിർക്കണം, അതിനെതിരെ പ്രതിഷേധിക്കണം. പക്ഷേ വെള്ളാപ്പള്ളി ഇതല്ല ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഈഴവ ജനതയുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെങ്കിൽ അതിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിന്നോക്കാവസ്ഥയിൽ അദ്ദേഹത്തിനും റോളുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലേറെക്കാലം, എനിക്കൊന്ന് 30 വർഷത്തിൽ മേലെയായി ഈ SNDP-യുടെ നേതൃസ്ഥാനത്ത് ഇദ്ദേഹമാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇത്രയും കാലം ഈ ശ്രീനാരായണീയരുടെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്ത് താങ്കൾ ഇരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഇത് തന്നെ പായാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. മറയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ ഇത്രയാണ്. യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? മൈക്രോ ഫിനാൻസ് സ്ഥാപിക്കുകയാണ്. അത് കോടികളുടെ തട്ടിപ്പാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാണ്. അതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയായിട്ട് കേസ് നിലവിൽ, അത് മനസ്സിലാക്കണം. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ വാങ്ങിക്കുന്ന തുക സ്വന്തം സമുദായങ്ങൾക്ക് കൂടിയ പലിശ നിരക്കിൽ കൊടുക്കുന്ന വിചിത്രമായ സമുദായ സേവന പ്രവർത്തനമാണ് നടത്തിയത്. നോക്കൂ, ഒരു കാലത്ത് അതിനെതിരെ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്ന ആളാണ് VS അച്യുതാനന്ദൻ. മനസ്സിലാക്കണം. ഇതേ VS അച്യുതാനന്ദനെ കൂട്ടുപിടിച്ചിട്ടാണ് കോട്ടയത്ത് ഈ മനുഷ്യന് വിദ്വേഷം പ്രസംഗിച്ചത്. അപ്പോൾ സമുദായത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശന് സാധ്യമല്ല. രണ്ടാമത്തെ, ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയാവുന്ന കാര്യമാണ് EWS നടപ്പിലാക്കിയത്. സംവരണമാണല്ലോ ഈ നിലക്കുള്ള പിന്നോക്ക പ്രസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്, സാമൂഹിക സംവരണം. ഈ സാമൂഹിക സംവരണം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നതാണ് EWS. അതാരാണ് നടപ്പിലാക്കിയത്? പിണറായി വിജയൻ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിയത്. അതിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിട്ടുണ്ട്? നോക്കൂ, ഈഴവ ബുദ്ധിജീവികൾ ഒന്നടങ്കം, ഈഴവ ബുദ്ധിജീവികൾ, ദളിത് ബുദ്ധിജീവികൾ, പിന്നോക്ക സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട സംഘടനകളെല്ലാം EWSനെ എതിർത്തു. വെള്ളാപ്പള്ളി നടേശൻ ഗൗരവപ്പെട്ട എന്തെങ്കിലും ഒരു എതിർപ്പ്, ഒരു പ്രതിഷേധം അതിനെതിരെ ഉയർത്തിയിട്ടില്ല, അതിനെതിരെ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല.
അപ്പോൾ ഏത് സമുദായ താല്പര്യമാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? EWSനെതിരായ പിന്നോക്ക വിഭാഗങ്ങളെല്ലാം എതിർക്കുന്ന EWS എന്ന് പറയുന്ന സംവരണത്തെ അടിസ്ഥാനപരമായി തുരങ്കം വെക്കുന്ന ആ കാഴ്ചപ്പാടിനെതിരെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി സന്നദ്ധമാവുന്നില്ല? ഒന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലും മറ്റൊരു കൈ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്ന പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. അത് മൈക്രോ ഫിനാൻസ് കേസാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ മണ്ണെണ്ണ വിൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം സംഗതികളുണ്ട്. അപ്പോൾ സ്വതന്ത്രമായി ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെയും അതിനെയും പിന്തുണച്ച് ഒരേ സമയം കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിനെയും സംസ്ഥാന CPM ഗവൺമെൻറ്റിനെയും പിന്തുണക്കുക, അതിനുവേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ലാതെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ത്രാണിയില്ലാത്ത ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അങ്ങേര് കണ്ടുള്ള ഒരേ ഒരു വഴി എന്താണ്? വിദ്വേഷം പ്രചരിപ്പിക്കുക. അത് മുസ്ലിങ്ങൾക്കെതിരാകുമ്പോൾ സെല്ലബിളാണത്. അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിനാരെങ്കിലും എതിർത്താൽ ഈ ആശ്വാസകാര്യ വകുപ്പ് മന്ത്രി വാസവൻ വന്നിട്ട് ആശ്വസിപ്പിച്ചുകൊള്ളും. എതിർക്കുന്നവരൊക്കെ തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ചുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ള വഴി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് പക്ഷേ അത് ക്രിസ്ത്യൻ വിദ്വേഷമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദീപിക അതിനെതിരെ എഡിറ്റോറിയൽ എഴുതി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണീയ സമൂഹത്തിനകത്ത് നിന്ന് തന്നെ പുതിയ തലമുറ, പുതിയ പല പ്രസ്ഥാനങ്ങളും പുതിയ വേദികളും ഇതിനെതിരായി ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപനത്തിനെതിരെ അവർ രംഗത്ത് വരുന്നുണ്ട്. അവർ വെള്ളാപ്പള്ളി സ്വീകരിക്കുന്ന ലൈൻ അടിസ്ഥാനപരമായി ഈഴവ സമുദായത്തിന് അപകടം ഉണ്ടാക്കുന്നതാണെന്ന് നിലപാട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. എന്തിനാണ് CPM വെള്ളാപ്പള്ളിയെ താങ്ങി നടക്കുന്നതെന്ന് വെച്ചാൽ അത്ഭുതകരമായ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. കാരണം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ ആരെയെല്ലാം തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ജയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകൾ. ആരെയെല്ലാം ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം തോറ്റിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സ്വാധീനം എന്താണെന്നുള്ളത് ഒന്നുമല്ലാന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ സംഗതിയാണ്. VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറയാൻ സമുദായത്തെ കൊള്ളയടിച്ച് നേതാവായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ എന്തോ ആയിക്കോട്ടെ, CPM പിന്തുണക്ക് മാത്രമല്ല കേട്ടോ, നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ്, സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുകയാണ്, വർഗീയത സൃഷ്ടിക്കുകയാണ് എന്നുള്ളത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ CPM സന്നദ്ധമാകുന്നില്ലെന്ന് മാത്രമല്ല, ഭരണകൂടം സന്നദ്ധമാകുന്നില്ല മാത്രമല്ല, അതിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ശരിക്കുന്നത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന സന്ദേശമാണ് ദീപിക എഡിറ്റോറിയലിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദീപിക എഡിറ്റോറിയൽ എഴുതേണ്ട സാഹചര്യം എനിക്കൊന്ന് വെച്ചാൽ കോട്ടയത്ത് നടത്തിയ പ്രസംഗമായിരിക്കും. കോട്ടയം പ്രസംഗത്തിൽ കോട്ടയം ജില്ല ചില ആളുകളുടെ കയ്യിലായിപ്പോയി എന്നൊക്കെയുള്ള